വെൽക്കം. നമുക്കിന്ന് കോൺഫിഡൻസിനെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ ഏത് വിധത്തിലും എവിടെയും നമുക്ക് എന്തും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഞാനിതിനെക്കുറിച്ച് ആത്മവിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ക്ലാസ്സിൽ പറയാനുള്ളൊരു സ്റ്റോറിയുണ്ട്. ഒരിക്കലൊരു ബിസിനസ്മാൻ പൊളിഞ്ഞു. അതായത് 1930കളുടെ സംഭവമാണ്. US-ലാണ്. അയാളുടെ ബിസിനസ് എല്ലാം നാശമായി, ഭയങ്കര കടം കയറി, ബിസിനസ് നിർത്തേണ്ടതായിട്ട് വന്നു. പക്ഷേ ഒരുപാട് കടം കൊടുക്കാനുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെക്കുറിച്ച് എങ്ങോട്ടാണ് പോകേണ്ടത്, ഇവിടെ എല്ലാം വിട്ട് പോകണമല്ലോ, ഇനി എനിക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ, പേയ്മെൻ്റ് എല്ലാം കൊടുക്കണം. ഇത് ഓർത്തൊക്കെ വളരെ വിഷണ്ണനായി വ്യസനിച്ച് ഒരു പാർക്കിൽ ഇദ്ദേഹം ഇരിക്കുകയാണ്. കുറേ നേരമായിട്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് താടി കൈയൊക്കെ കൊടുത്ത് കുറേ നേരം ഇരുന്നു കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു പ്രായമായ ഒരാൾ കോട്ടൊക്കെ ഇട്ട് മുടിയൊക്കെ ചെയ്യും നേരെ ഇദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് വരികയാണ്. നേരെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ചെറുപ്പക്കാരാ, ബിസിനസ് ചെയ്യുമ്പോൾ നഷ്ടം വരും, ചിലപ്പോൾ നമ്മൾ പൊളിഞ്ഞു എന്ന് വരും, പക്ഷേ നമുക്ക് മനസ്സുണ്ടെങ്കിൽ ശരിക്കും അധ്വാനിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു വരാം. ഇങ്ങനെ ഇദ്ദേഹം ഒരു മോട്ടിവേഷണൽ പ്രീച്ചിങ് പോലെ അങ്ങ് നടത്തി. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വിട്ട് പിന്മാറില്ല. ലോകത്തിലെ ഏറ്റവും ധീരന്മാർക്ക് മാത്രമേ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നിങ്ങളൊരു ധീരനാണ്, യുവർ എ ഹീറോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കേട്ടോണ്ടിരുന്നപ്പോഴത്തേക്കും പറഞ്ഞു, നിങ്ങൾക്കിനി ആത്മാർത്ഥമായി ബിസിനസ് ചെയ്യാമെങ്കിൽ സാമ്പത്തികമായിട്ട് ഞാൻ സഹായിക്കാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം പോക്കറ്റിൽ നിന്ന് ഒരു ചെക്ക് ബുക്ക് എടുത്ത് ഒരു ചെക്ക് എഴുതി ചെറുപ്പക്കാരൻ്റെ കൊടുത്തു. എന്നിട്ട് കണ്ടീഷൻ പറഞ്ഞു, എനിക്ക് പലിശയൊന്നും വേണ്ട, പക്ഷേ അടുത്ത വർഷം ഇതേ സമയത്ത് ഇവിടെ വെച്ച് എനിക്ക് ഈ പൈസ തിരിച്ചു തരണം, ഈ തുക എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം നന്ദി പറയുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹം നടന്നങ്ങ് മറഞ്ഞു. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ ഈ ചെക്കിലേക്ക് നോക്കിയപ്പോഴത്തേക്കും സൈൻ ചെയ്തിരിക്കുന്നത് ജോൺ ഡി റോക്ക്ഫെല്ലർ. അന്നത്തെ ലോകത്തിൽ അന്ന് 3 ബില്യണേഴ്സേ ഉണ്ടാഞ്ഞുള്ളൂ, നിങ്ങൾക്കറിയാം. അപ്പോൾ ജോൺ ഡി റോക്ക്ഫെല്ലറാണ്. അദ്ദേഹം ഓയിൽ കിങ് ആയിരുന്നു. രണ്ടാമതായിട്ടുള്ള സ്റ്റീൽ കിങ് ആൻഡ്രൂ കാർണിഗി, മൂന്നാമത് ഹെൻറി ഫോർഡ്. ഇവർ 3 പേരുമായിരുന്നു പണ്ടത്തെ, വേറെ 4ാമതൊരാളില്ലായിരുന്നു. അപ്പോൾ അതിലൊരാളാണ് ഇദ്ദേഹം. അത്രയും സമ്പത്തുള്ള ആളാണ്. അപ്പം ഇന്നത്തെ കണക്കിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇന്നത്തെ നമ്മുടെ എലോൺ മസ്കിനെ കഴിഞ്ഞൊക്കെ മുകളിൽ പോകും ഇദ്ദേഹത്തിൻ്റെ സമ്പത്ത്, അത്രയും സമ്പത്തുണ്ടാകും. അപ്പോൾ ഇദ്ദേഹം നടന്നാകുന്നു, ഒന്നും പറയാൻ പറ്റാതെ ചെറുപ്പക്കാരനിരുന്നു. ഇപ്പോൾ ക്യാഷ് ചെക്കാണ്. ഇദ്ദേഹം മാറാനായിട്ട് തോന്നിയില്ല, അത് വീട്ടിൽ കൊണ്ട് വെച്ചു. അപ്പം പിന്നെയും കാര്യമായിട്ട് കോൺട്രാക്റ്റുകളെടുത്ത് വർക്ക് ചെയ്തു. കറക്റ്റ് സമയത്ത് പൈസ വാങ്ങിച്ചു കൊടുത്തു. എക്സസ് പൈസ വന്നതിൽ നിന്നും കടം വീട്ടി. അദ്ദേഹത്തിന് ഭയങ്കരമായൊരു കോൺഫിഡൻസ്, എന്ത് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് വന്നു. അപ്പം അങ്ങനെ അദ്ദേഹം ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും അപ്പോൾ അദ്ദേഹം ശരിക്കും പറഞ്ഞ ഒരു വിശ്വാസം തന്നെ, എനിക്ക് എന്തായാലും പുറകിൽ $500,000 ജോൺ ഡി റോക്ക്ഫെല്ലർ സൈൻ ചെയ്ത് ചെക്ക് ഇരിക്കുകയാണ്. അപ്പം അങ്ങനെ ഇദ്ദേഹം ഏതാണ്ട് 5-6 മാസമായപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ കടമെല്ലാം തന്നെ തീർന്നു. പിന്നെ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് സർപ്ലസായി ഇദ്ദേഹത്തിന് $250,000 ബാങ്കിൽ എക്സസ്സായി, $500,000 $1 million ആയി. അപ്പോൾ അന്നേരം എന്തൊരു സന്തോഷം തോന്നി, ഐ എം ഓൾസോ എ മില്യണയർ. അപ്പോൾ അങ്ങനെ അദ്ദേഹം 3-4 മില്യണായി നെക്സ്റ്റ് ഇയർ. ആ സമയമായപ്പോഴത്തേക്കും വളരെ നന്ദിയോടെ ജോൺ ഡി റോക്ക്ഫെല്ലറിൻ്റെ ചെക്ക് കൊടുക്കാനായിട്ട് ഇദ്ദേഹം ആ പാർക്കിൽ പോയി ചെക്കുമായിട്ട് മാറിയില്ല, കാത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ ഇതുമായിട്ടിരിക്കുമ്പോഴത്തേക്കും കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹം വരുന്നു, നടന്ന് കോട്ടുമൊക്കെ ഇട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ ഇദ്ദേഹം പോക്കറ്റിൽ നിന്ന് ചെക്ക് എടുത്ത് വളരെ നന്ദിപൂർവ്വം, എനിക്കിത് മാറേണ്ടതായിട്ട് വന്നില്ല, എനിക്കിതൊരു വലിയ കോൺഫിഡൻസ് ആയിപ്പോയി, എനിക്ക് സ്വയം വിജയിക്കാനായിട്ട് പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെക്ക് ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും പുറകിൽ നിന്ന് ഒരു നേഴ്സ് ഓടി വന്ന് ഇദ്ദേഹത്തിൻ്റെ തോളിൽ പിടിക്കുകയാണ്. എന്നിട്ട് ചെറുപ്പക്കാരനോട് പറയാം, നിങ്ങൾക്ക് ചിലപ്പോൾ ചെക്ക് തന്നു കാണുമല്ലേ, ഇദ്ദേഹം നമ്മുടെ അസൈലത്തിൽ നിന്ന് ചാടിപ്പോയതാണ്, സ്ഥിരം ഇദ്ദേഹം ഇങ്ങനെ ആരും കണ്ണ് തെറ്റിക്കഴിഞ്ഞ് ചാടി പോകും, എന്നിട്ട് എല്ലായിടത്തും കൊണ്ട് ചെക്ക് കൊടുക്കും, നിങ്ങൾക്കും ചെക്ക് തന്നു കാണും അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നേഴ്സ് പിടിക്കുന്ന ചെറുപ്പക്കാരൻ നോക്കുക. അപ്പോഴാണ് ഈ മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തിന് മാനസികമായ പ്രശ്നം കൊണ്ട് ഇദ്ദേഹം ഹോസ്പിറ്റലായിരുന്നു, സാനിറ്റോറിയത്തിലായിരുന്നു എന്നറിയുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വിജയം ഉണ്ടാക്കാനായിട്ട് കാര്യമായത്. ഇപ്പോൾ റോക്ക്ഫെല്ലറുടെ ചെക്ക് തെറ്റിദ്ധരിച്ചാണേലും റോക്ക്ഫെല്ലറുടെ ചെക്ക് എൻ്റെ കയ്യിലിരിക്കുന്നു. ഇതാണ് നമുക്കെല്ലാം ഒരു കോൺഫിഡൻസ്. പലപ്പോഴും നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മളെ കഴിഞ്ഞും കൂടിയ ഒരാൾ എന്തെങ്കിലും വന്നാൽ ഞാനുണ്ട്, ധൈര്യമായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ട് ചോദിച്ചോളൂ, ഞാനുണ്ട് സഹായത്തിന് എന്നൊരു ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ
നമ്മൾ ബിസിനസ്സിൽ കയറും. അപ്പോൾ ഇങ്ങനെ ഉറപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ബിസിനസ്സിലൊരിക്കലും ബിസിനസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സത്യസന്ധമായ ഒരു ധീരൻ്റെ ജോലിയാണ്, അതൊരു ഹീറോയുടെ ജോലിയാണ്. ഒരിക്കലും നമ്മളായിട്ടൊരു തിന്മ ചെയ്യരുത്. നമ്മളതുകൊണ്ട് എപ്പോഴും സത്യം മാത്രം പറയുക, മറ്റുള്ളവർക്ക് നേട്ടം ഉണ്ടാകുന്ന രീതിയിൽ മാത്രമേ എപ്പോഴും വിൻ വിൻ, എല്ലാ സ്ഥലത്തും വിൻ വിൻ വിൻ, മറ്റൊരാൾക്ക് നഷ്ടം ഉണ്ടാകുന്ന ഒരു ബിസിനസ്സും ചെയ്യരുത്, സത്യം പറയുക. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട്, ഞാൻ ഒരുപാട് ബിസിനസ്സുകാരുമായിട്ട് കാണുന്നതാണ്, ഒരിക്കലും ആരും പൊളിയാറില്ല ഈ സത്യം പറഞ്ഞു പോകുന്നവർ. ചെറിയ അപ്പ് ആൻഡ് ഡൗൺസ് വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ അവർ തിരിച്ചു കയറുന്നുണ്ട്. ചില ആൾക്കാരുടെയൊക്കെ നല്ല രീതിയിലായതിനു ശേഷം അവരുടെ സന്തോഷകരമായ ജീവിതവും സമൂഹത്തിൽ ഒരുപാട് സഹായം കൊടുക്കുന്നതും ഒക്കെ കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷം തോന്നാറുണ്ട്. അപ്പം നമുക്ക് എന്താണ് കോൺഫിഡൻസ്? ഞാൻ ഇതിൽ തന്നെ ജൊനാഥൻ ലിവിങ്സ്റ്റൺ സീഗൾ എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിൽ തന്നെ നിങ്ങളതൊന്ന് കാണണം. അതിനകത്ത് പറയുന്നൊരു വളരെ പ്രധാനം, മൈൻഡ് പവറിൻ്റെ ഏറ്റവും സീക്രട്ടാണ് അതിനകത്ത് പറയുന്നത്. ആ ഗുരു പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമുണ്ട്. നീ എവിടെ പോകണം നീ ആഗ്രഹിക്കുന്നുവോ അവിടെ എത്തി എന്ന് വിചാരിച്ച് തുടങ്ങുക. അവിടെ എത്തി എന്ന് വിചാരിച്ച് തുടങ്ങുക. ഞാനിതൊരിക്കൽ ശ്രദ്ധിച്ചതാണ്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദി, അദ്ദേഹം ആദ്യം ഇലക്ഷന് നിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതെല്ലാം പ്രൈം മിനിസ്റ്റർ ആയി എന്ന രീതിയിലാണ്, തിങ്കിങ് ഫ്രം ദ പ്രൈം മിനിസ്റ്റർ. ആ സമയത്ത് വേറെ കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു, അദ്ദേഹം ഹി വാസ് തിങ്കിങ് ഫോർ ദ പ്രൈം മിനിസ്റ്റർ, ബട്ട് ഇദ്ദേഹം തിങ്കിങ് ഫ്രം ദി പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ അച്ചീവ് ചെയ്തു എന്ന ഉത്തമ വിശ്വാസത്തോടെ ഇവിടെയാണ് നമുക്ക് കോൺഫിഡൻസ് കിട്ടുന്നത്. അപ്പം ഇത് ചിന്തിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. ഇതിങ്ങനെ ഞാൻ പറഞ്ഞാലും ചിലപ്പം പൂർണ്ണമാകണമെന്നില്ല. ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പം ഒരു അഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ആ അഫർമേഷൻ കൂടെ ഉപയോഗിക്കുക. സോ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന കാര്യം എന്താണോ അതിനെക്കുറിച്ച് കൂടെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും നമ്മൾ പുറത്ത് പോകുമ്പോൾ എപ്പോഴും നൈസായിട്ട് ഡ്രസ്സ് ധരിക്കുക. കാരണം നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു ബഹുമാനം വേണം. പിന്നെ ഗോൾ സെറ്റ് ചെയ്യുന്നത് റിയലിസ്റ്റിക്കായിട്ട് നമ്മളെക്കൊണ്ട് കഴിയുന്ന ഗോള് അതായിരിക്കണം നമുക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളോട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കണം. ആത്മകഥം എന്ന് പറയുന്നതിന് ടോക്ക് ടു യുവർ സെൽഫ് അതൊരു മനസ്സിന് കൊടുക്കുന്ന കമാൻഡാണ്. ഇവിടെ എലിനോർ റൂസ്വെൽറ്റ് പറയുന്നൊരു സെൻറ്റൻസ് ഉണ്ട്, നോ വൺ ക്യാൻ മേക്ക് യു ഫീൽ ഇൻഫീരിയർ വിത്തൗട്ട് യുവർ കൺസെൻറ്റ്. നിങ്ങളുടെ കൺസെൻറ്റ് ഇല്ലാതെ ലോകത്തിൽ ആരെയും നിങ്ങൾക്ക് ഇൻഫീരിയർ ആക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആത്മവിശ്വാസം നേടുക എന്നുള്ളതാണ്. ഫേസ് ദ പ്രോബ്ലം. ഏത് പ്രോബ്ലം ഉണ്ടെങ്കിലും യു ഫേസ് ഇറ്റ്. അതാണ് ചെറുതായി വരും. എപ്പോഴും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എന്ത് പ്രശ്നം വരുന്ന സ്മൈൽ, ഗ്രേറ്റ് സ്മൈൽ, അതൊരു ഹോബി ആക്കുക. അതുപോലെ തന്നെ സ്റ്റോപ്പ് കംപ്ലൈനിങ് ഓർ കമ്പയറിങ് അബൌട്ട് യുവർ സെൽഫ്. മറ്റൊരാളുമായിട്ട് എനിക്കത് കഴിയുന്നില്ലല്ലോ, അല്ലെങ്കിൽ അയാളുമായിട്ട് ഞാൻ എന്നെ തന്നെ കമ്പയർ ചെയ്യുക. നെവർ ഡു ദാറ്റ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റീവ് പീപ്പിൾ. എപ്പോഴും എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് സുഹൃത്തുക്കളുമുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും അവരെ ചേർത്ത് പിടിക്കുന്നില്ല, കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന പോസിറ്റീവ് ആൾക്കാരെയാണ്, എൻ്റെ വിജയം കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെയാണ്. അപ്പം എപ്പോഴും പോസിറ്റീവ് ആൾക്കാർ കൂടെ ഉണ്ടാകുക. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, നമുക്ക് കോൺഫിഡൻസ് നന്നായിട്ട് വരണമെന്ന് ടേക്ക് കെയർ ഓഫ് യുവർ ബോഡി. എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുക. ഈവൻ 15 മിനിറ്റോ അരമണിക്കൂറാണെങ്കിലും ടി വി കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ മ്യൂസിക് കേട്ടോണ്ടോ പ്രസംഗം കേട്ടോണ്ടോ ഒക്കെ നമുക്ക് ചെയ്യണം. ഇൻക്രീസ് യുവർ കോമ്പിറ്റൻസ്. ഏതിലാണോ നിങ്ങളുടെ കഴിവിരിക്കുന്നത് ആ കഴിവ് നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം ഓരോ ദിവസവും. അതേപോലെ തന്നെ നമ്മൾ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഫോക്കസ് ഓൺ സൊല്യൂഷൻസ്. എന്താണ് പരിഹാരം, എന്ത് പരിഹാരം, എല്ലാ സമയത്തും പരിഹാര സൈഡിലായിരിക്കണം. പിന്നെ അതേപോലെ തന്നെ എല്ലാ ദിവസവും നമ്മളിപ്പോൾ മരങ്ങൾ, ചെടികൾ ഓരോ സെക്കൻഡിലും വളരുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ എല്ലാ ദിവസവും മനസ്സിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുക. എംപവർ യുവർ സെൽഫ് വിത്ത് നോളജ്. കൂടുതൽ പോസിറ്റീവ് അഫർമേഷൻസ്. നിങ്ങൾക്ക് എൻ്റെ ബുക്കിനകത്ത് ഒരുപാട് സ്ഥലത്ത് ഞാൻ അഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കോഴ്സ് ബുക്കിനകത്തൊക്കെ ബില്യണയർ മൈൻഡ് സെറ്റ് പോലുള്ള അല്ലെങ്കിൽ മൈൻഡ് ഫാസ്റ്ററി പോലുള്ള കോഴ്സ് ബുക്കിനകത്ത് ഓരോ ചാപ്റ്ററിന് ശേഷവും നമ്മൾ അഫർമേഷൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സ് ആണെങ്കിൽ ശരി, അപ്പോൾ മാത്രമേ ഇത് പൂർണ്ണമാവുകയുള്ളൂ. ദെൻ പുഷ് യുവർ കംഫർട്ട് സോൺ. നമുക്കിപ്പോൾ ഒരു ജില്ല കൊണ്ട് കംഫർട്ടാണെങ്കിൽ അടുത്ത ജില്ലകളിലേക്ക് കൂടെ കിടക്കുക. ഇപ്പോൾ ഒരു സ്റ്റേറ്റ് കൊണ്ട് നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത സ്റ്റേറ്റിലോട്ടും കൂടെ കടന്നുകൊണ്ടിരിക്കുക. സോ നമ്മളോട് തന്നെ നമ്മൾ വളരെ കൈൻഡ് ആയിരിക്കണം. നമ്മൾ ചെയ്യുന്ന നമുക്ക് റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം നമ്മളോട്. പിന്നെ എല്ലാവർക്കും വീക്ക്നെസ് ഉണ്ട്. ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗം നിങ്ങൾക്കും വീക്കായിരിക്കും. ആ വീക്ക്നെസ്സിനെയൊക്കെ നമ്മൾ ഓവർകം ചെയ്യണം. ചിലപ്പോൾ ഒരു ഫ്രണ്ട് വഴിയായിരിക്കാം, ചിലപ്പോൾ ഒരു എംപ്ലോയി വഴിയായിരിക്കാം. ദെൻ ഫോക്കസ് ഓൺ യുവർ സ്ട്രെങ്ത്. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, എന്നെ ഇത് പഠിപ്പിച്ചൊരു ഐറിഷ്
മ്യൂസീഷ്യനാണ്, ഗ്രാമിയൊക്കെ വാങ്ങിച്ച ഒരാളാണ്. അദ്ദേഹത്തിന് 2 കാലുമില്ല, പക്ഷേ അവിടെ കൃത്രിമ കാല് വെച്ചുകൊണ്ട് അപ്പോൾ അദ്ദേഹം ചെയ്ത് കൂട്ടുന്ന സംഭവങ്ങൾ കണ്ടത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നെവർ ഫോക്കസ് ഓൺ യുവർ വീക്ക്നെസ് ആൻഡ് ഫോക്കസ് ഓൺ യുവർ സ്ട്രെങ്ത്. ഞാൻ എൻ്റെ വീക്ക്നെസ്സിനെ കുറിച്ചൊന്നും അധികം ചിന്തിക്കാറില്ല, അതൊക്കെ വല്ലവരെ കൊണ്ടും ചെയ്യിക്കലാണ്. ആ സമയത്ത് എൻ്റെ സ്ട്രെങ്ത് ഉണ്ട്, എൻ്റെ സ്ട്രെങ്തിൽ എത്ര ഡിഫിക്കൽട്ട് കാര്യങ്ങളും പഠിച്ചെനിക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റും, മറ്റുള്ളവരെ വിജയിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റും. ദാറ്റ്സ് മൈ സ്ട്രെങ്ത്. അതിൽ തന്നെ ഞാൻ ഫോക്കസ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ റീഡ് പോസിറ്റീവ് ബുക്സ്. എപ്പോഴും ഒരു പുസ്തകം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം 300 പേജിനകത്ത് ചിലപ്പോൾ 50-100 പേജേ നമുക്ക് വേണ്ടത് കാണുകയുള്ളൂ. ഇറ്റ്സ് ഓൾ റൈറ്റ്. പക്ഷേ ഒരു സെൻറ്റൻസ് ആണെങ്കിലും പോസിറ്റീവ്. ഇപ്പോൾ എൻ്റെ പുസ്തകങ്ങളാണെങ്കിൽ ഓരോ പേജിലും നമ്മൾ ഓരോ കോട്ട് കൊടുത്തിരിക്കും. കാരണം പോസിറ്റീവ് ഭക്ഷണം വേണം, മൈൻഡിന് ഫുഡ് വേണം. ആൻഡ് ഡെവലപ്പ് ന്യൂ സ്കിൽസ്. പുതിയ സ്കില്ലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുക. ഞാനൊക്കെ പുതിയ ഭാഷ പഠിക്കാറുണ്ട്, പുതിയ സ്കില്ലുകൾ. അപ്പോൾ ഫ്ലൈയിങ്, ഇനിയുള്ള കാലത്ത് നമുക്ക് ഫ്ലൈ ചെയ്യേണ്ടതായിട്ടൊക്കെ വരും, കാരണം ഫ്ലൈ ചെയ്യുന്ന കാറുകൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. നിങ്ങൾ വേണ്ട വിധത്തിൽ പരിപാലിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യണം. സോ വിഷ്വലൈസ് യുവർ സെൽഫ് ആസ് യു വാണ്ട് ടു ബി. എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ സാധനം ഉണ്ട്, നിങ്ങളിലുണ്ട്, നിങ്ങൾ നേടിയിട്ടുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അതിനൊരു മൂവി പോലെ എപ്പോഴും മനസ്സിലിട്ട് കണ്ടുകൊണ്ട് ഇരിക്കണം. നിങ്ങൾ ഒളിമ്പ്യനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ ഒളിമ്പ്യൻ ആകുന്നത് തന്നെ കണ്ടുകൊണ്ട്. സോ ഇംപ്രൂവ് യുവർ പോസ്ചർ. എപ്പോഴും സൈക്കോളജിക്കൽ ഉത്തേജനം നൽകുന്നത് നമ്മുടെ ഫിസിയോളജിയാണ്. എപ്പോഴും 100 നിൽക്കുക. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും മെഡിറ്റേഷനിലൊക്കെ വരുമ്പോൾ അതുപോലെ നടക്കുമ്പോഴെപ്പോഴും 100 നടക്കാനൊക്കെ പറയുന്നത്. ചടുലതയോടുകൂടി നടക്കുക. പിന്നെ കൂടെ നമ്മൾ അഫർമേഷൻസ് കൊടുക്കണം. നമ്മൾ ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് എപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന വർക്കിലേക്ക് തിരിച്ചു പോകണം. നമുക്കതുപോലെ തന്നെ ഫിയർ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഫെയിലിയർ ഉണ്ടെങ്കിൽ അതിനെ റീഡിഫൈൻ ചെയ്യണം. അതിനെ ഓരോ ഭാഗത്തെ തോൽപ്പിച്ച് ഓരോ ഭാഗത്തും തോൽപ്പിച്ച് അത് കീഴടക്കി ഫേസ് യുവർ ഫിയർ. ചേഞ്ച് ദ വേ യു തിങ്ക്. ഇതുവരെ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇടയ്ക്കിടയ്ക്ക് നെഗറ്റീവ് വരും, വേണ്ട. ഇതിന് പുറകോട്ടുള്ള എല്ലാ നെഗറ്റീവ് സംഭവങ്ങളും നിങ്ങളുടെ പരാജയങ്ങളും മനസ്സിൽ നിന്ന് വിട്ടുകളയണം. ലെറ്റ് ഗോ. മനസ്സിനകത്തേക്കുള്ളത് ഇപ്പോൾ ഈ നിമിഷത്തിൽ ജീവിക്കണം. എന്നെക്കൊണ്ട് കഴിയും. ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ എന്നെക്കൊണ്ട് കഴിയും. സോ നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത് യു എംപവർ വിത്ത് യുവർ നോളജ്. നിങ്ങളെക്കൊണ്ട് നല്ല പുതിയ അറിവുകൾ കൊടുത്ത്, ലോകത്തിലെ പഴയ സ്പീഡിലല്ല അറിവ് വന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ലോകം മുഴുവൻ ഒരുപാട് അറിവുകൾ വന്നുകൊണ്ടിരിക്കുക. സോ അതുപോലെ തന്നെ നമുക്കൊരു ഇക്വാലിറ്റി മെൻറ്റാലിറ്റി, എല്ലാവർക്കും അവസരങ്ങൾ കൊടുക്കണം. ഞാനൊക്കെ കേരളത്തിലൊക്കെ ഒരുപാട് പുതിയ ട്രെയിനേഴ്സ് ഉണ്ടാകാൻ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന, പുറത്തുള്ള ട്രെയിനേഴ്സിനോട് ഞാൻ പറയാറുണ്ട്, വൈ ഡോണ്ട് യു കം ടു കേരള. സോ എങ്കിൽ മാത്രമേ, അപ്പോൾ എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി കിട്ടണം. നമുക്കപ്പോൾ ഒരു ഇക്വാലിറ്റി മെൻറ്റാലിറ്റി. അപ്പോൾ ഇത് നമുക്കുണ്ടെങ്കിൽ എത്ര വലിയ ആൾക്കാർ, നമുക്ക് സാധാരണയുള്ളവരുമായിട്ടൊക്കെ നമുക്ക് ഈക്വലായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ വളരെ വലിയ ആൾക്കാരെ കണ്ടാലും നിങ്ങൾക്കൊരു ഈക്വൽ ഫീലിങ്ങേ തോന്നത്തുള്ളൂ. സോ നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിത്തിങ് ഈസ് പോസിബിൾ. എന്ത് കാര്യവും ഈ ലോകത്ത് നമുക്ക് സാധ്യമാണ്. അപ്പോൾ ഒരു അഫർമേഷൻ കൊടുക്കാം. I have the power to change the world. You can repeat it. I have the power to change the world. അങ്ങനെ നിങ്ങൾക്ക് ശക്തമായ ഒരു കോൺഫിഡൻസ്, ഈ കോൺഫിഡൻസിനോട് ഈ ലോകം തന്നെ നിങ്ങൾക്ക് കീഴടക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.